മോർണിംഗ് ടാസ്കിൽ ഒരു മൂലയിൽ പോയി ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്, അധികം സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഇടപെടുന്നില്ല എന്ന തരത്തിൽ നമ്മുടെ ശ്രീതു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒട്ടും ഇഷ്ടപ്പെടാതെ അൻസിബ എന്ത് ചെയ്യാണ്, കലിപ്പ് തുടങ്ങുകയാണ്. അൻസിബ അതിനെതിരെ പ്രതികരിക്കുന്നു. നേരെ പോയിട്ട് നമ്മളെ മുടിയനെ വിളിച്ച് അടുത്ത് വരുത്തിയിട്ട് അവൾ നമ്മുടെ റൂമിൽ വന്നിരുന്ന് സംസാരിക്കാറുണ്ട്. പക്ഷേ എന്നോട് സംസാരിക്കാനാണ് അവൾ അവിടെ വരുന്നത്. നിങ്ങൾ മൂന്ന് പേരോടും സംസാരിച്ചിട്ട് അവൾ പോവും. എന്നെ അവൾ പരിഗണിക്കാറില്ല. എന്നിട്ട് അവൾ പറയാണ് ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കുന്നില്ല, അവളുടെ അടുത്ത് ഒതുങ്ങി പോവുകയാണ് എന്ന് അവൾ എൻ്റെ അടുത്ത് പറയാണ്. ഒരു മൂലയിൽ പോയി ഇരിക്കുന്നു എന്നാണ് അവൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻസിബ ഇങ്ങനെ ഒരല്പം ഒച്ചയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇത് കേട്ടും കൊണ്ട് ശ്രീതു അങ്ങോട്ട് വരികയാണ്. അപ്പോഴാണ് ശരിക്കും ശ്രീതുവിൻ്റെ ഒരു ഏത് ലെവലിലേക്ക് പോകാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒച്ച എടുത്തിട്ട് ഒരു വിഷയത്തിലേക്ക് ശ്രീതു ഇടപെടുന്നത്. സോ ശ്രീതു നല്ല പൊട്ടൻഷ്യലുള്ള കണ്ടസ്റ്റൻ്റ് ആണെന്ന് ഇന്ന് നിസ്സംശയം പറയാൻ പറ്റും എനിക്ക്. മാത്രമല്ല അൻസിബയുടെ അടുത്ത് വളരെ ഉച്ചത്തിൽ തന്നെ തിരിച്ചു മറുപടി പറഞ്ഞുകൊണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വഴക്ക് ഇന്ന് രാവിലെ ലൈവിൽ അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങൾ എന്നോട് മിണ്ടാത്തത് കൊണ്ടല്ലേ, ഞാൻ നിങ്ങളെ നോക്കാറുണ്ടല്ലോ, നിങ്ങളോട് ചിരിക്കാറുണ്ടല്ലോ, നിങ്ങൾ പക്ഷേ എൻ്റെ റൂമിൽ വരിക പോലും ചെയ്യാറില്ലല്ലോ. അപ്പോൾ അൻസിബ പറഞ്ഞു അങ്ങനെ എനിക്ക് വേറെ റൂമിൽ പോകാൻ ഇഷ്ടമല്ല. എന്നിട്ടാണോ നിങ്ങൾ എന്നെ കുറ്റം പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുണ്ട്. സോ അൻസിബ ശ്രീതു ഫൈറ്റിൻ്റെ ഒരു തുടക്കമാണിത്. ശരിക്കും ഇനിയാണ് വലിയ വലിയ ഫൈറ്റുകൾ ഇവർക്കിടയിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.